അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം അത്യന്തം മോഹിനിയായ ഒരു കന്യകയെ കണ്ടു. കന്യകയെ കണ്ടപ്പോൾ അദ്ദേഹം ഈ കന്യകയോട് ചോദിച്ചു, നീ ആരാണ്? നീ ആരുടെ മകളാണ്? എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കന്യക ഒരു ഉത്തരവും പറയാതെ പെട്ടെന്ന് അവിടുന്ന് മറഞ്ഞു. പെട്ടെന്ന് ഈ കന്യകയെ കാണാതായി. ഈ സംവരണൻ എന്ന രാജാവിന് ഇതിൽ പരം നിരാശ ഉണ്ടാവില്ല. അദ്ദേഹം അവിടെ ബോധം കെട്ടാൻ വീണു. വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കന്യക തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അതേ എനിക്കൂ എന്താ അങ്ങനെ കിടക്കണേ എന്നൊക്കെ കുലുക്കി വിളിച്ചു. കുലുക്കി വിളിച്ചത് ആ കന്യക. അതെ, എന്നെ കാണാണ്ട് ഞാൻ കെട്ടത് വശം കെട്ടു. നീ ഒരു കാര്യം പറഞ്ഞു, നീ ആരാണ്? എന്നെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രണയാഭ്യർത്ഥന അദ്ദേഹം ഈ കന്യകയോട് അവിടെ വെച്ച് നടത്തി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അങ്ങയെ വിവാഹം കഴിക്കുന്നതിൽ തൽപരയാണ്. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയുണ്ട്, ഞാൻ അങ്ങയുടെ ഹൃദയത്തിലും കയറിക്കൂടിയുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എൻ്റെ അച്ഛൻ്റെ സമ്മതം മേടിക്കണം. എൻ്റെ അച്ഛൻ്റെ സമ്മതം മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ പൂജ, നമസ്കാരം മുതലായ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുത്തണം. ഞാൻ സൂര്യൻ്റെ മകളാണ്, എൻ്റെ പേര് തപതി എന്നാണ്. അതുകൊണ്ട് അങ്ങ് അച്ഛനെ പ്രീതിപ്പെടുത്തിയാൽ അച്ഛൻ നമ്മുടെ വിവാഹം നടത്തി തരുമെന്ന് പറഞ്ഞ് കന്യക അവിടുന്ന് പോയി. കന്യക പോയപ്പോൾ രാജാവ് വീണ്ടും ബോധം കെട്ടുപോയി. കിടക്കണു രണ്ടാമതും ബോധം കെട്ടു.